ബിപിൻ ദാസ് തിരക്കഥ എഴുതി സാവിനസെ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് വാഴ സീരീസിലെ വാഴ 2. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ ഇത്രയും എൻജോയ് ചെയ്തൊരു സിനിമ വേറെ ഇറങ്ങിയിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. പെർഫെക്റ്റ് കാസ്റ്റിങ്ങും പെർഫെക്റ്റ് സ്റ്റോറിയും പെർഫെക്റ്റ് മേക്കിങ്ങും ഉള്ളൊരു സിനിമയാണ് വാഴ 2. വാഴ 1 എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാത്തൊരു സിനിമയായിരുന്നു വാഴ 1. വാഴ 2 എന്ന് വെച്ചാൽ നമ്മൾ ചിരിച്ചിരിച്ചിരിച്ച് അടിവയറ്റിലൊരു കൊളുത്തിപ്പിടുത്തം വരെ സംഭവിച്ചു ആ ലെവൽ പടം. പിന്നെ അൽഫോൺസ് പുത്രനെ ഒരു ഗംഭീര തിരിച്ചുവരവാണ് പടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ആദ്യമേ പുള്ളിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല, പിന്നീടാണ് എനിക്ക് അൽഫോൺസ് പുത്രനാണെന്ന് മനസ്സിലായത്. ആ ഒരു ലെവല് പെർഫോമൻസ് ആയിരുന്നു അൽഫോൺസ് പുത്രൻ കാഴ്ചവെച്ചത്. ഈ പടത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഹാഷറാണ്, റീൽസ് താരം ഹാഷറാണ്. ഹാഷറിൻ്റെയൊക്കെ അഭിനയം എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. ആട് 3യുടെയൊക്കെ അവസ്ഥ പരിതാപകരമാണ്. ആട് 3 കിടത്തി വെട്ടിയേക്കുമാണ് നമ്മുടെ വാഴ 2. ഒരു ചെറിയൊരു പടത്തിനാണ് ഈ ലെവല് കാഴ്ചവെക്കാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ലെവല് വേറൊരു ലെവലായിരിക്കും. നല്ല അടിപൊളി. ഫസ്റ്റ് ഹാഫ് ഫുള്ള് കോമഡി, സെക്കൻഡ് ഹാഫ് കുറച്ച് സെൻറ്റി, നമ്മളെ ശരിക്കും കണ്ണ് നനയിപ്പിക്കുന്ന രീതിയിലാണ് പടം ചെയ്തിരിക്കുന്നത്. ഒരു പെർഫെക്റ്റ് പടം എന്ന് വേണമെങ്കിൽ പറയാം. ആ ലെവൽ പടമാണ് വാഴ 2. ഈ പടം മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ കാണുക. തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമയാണ് വാഴ 2.